ഏത്തയ്ക്കാപ്പഴം കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്തൊരു ഏത്തയ്ക്ക ബോളിയുടെ വേറൊരു വേഷനാന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്കാപ്പം ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ കനം കുറച്ചാണ് കേട്ടോ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണേ അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. പക്ഷേ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് ഈ റോൾ ഉണ്ടാക്കാനായിട്ട് നല്ലത്. പിന്നെ ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് മൊരിഞ്ഞ് പോകണ്ട കേട്ടോ. എന്നിട്ട് ആ സെയിം പാനിലോട്ട് കുറച്ച് തേങ്ങയും ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക. ഒത്തിരി അങ്ങോട്ട് ഇതായി പോകണ്ട, കളർ മാറിപ്പോകണ്ട. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറുന്നോടെ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതെല്ലാം വഴറ്റി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത്തിരി ചൂടാറുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മൈദയുടെ പൊടി ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൊടിയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, ഒത്തിരി പഞ്ചസാര വേണ്ട കേട്ടോ. പിന്നെ ഒരു മുട്ട, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി മിക്സിയിൽ അടിക്കുന്നില്ല കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുത്താൽ മതി. പക്ഷേ മിക്സിയിലാകുമ്പോഴത്തേക്കും നമുക്ക് പണി പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് ദോശ ഇടുന്ന പോലെ ചുട്ടെടുക്കാം. അങ്ങനെ മാവ് ഉണ്ടാക്കി അതേ സമയം വെക്കുകയൊന്നും വേണ്ട കേട്ടോ. ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് മൊരിച്ചെടുക്കുകയും വേണ്ട കേട്ടോ. 2 സൈഡിൽ നിന്ന് അപ്പുറം എപ്പുറം തിരിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഓരോന്നാക്കി എടുത്ത് ഇതിലേക്ക് ഒരു ഏത്തയ്ക്കയുടെ ആ മൊരിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്കയും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം കേട്ടോ. 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അകത്തെ തേങ്ങയെല്ലാം ചാടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെല്ലാം എടുക്കുക. ഇനി തേങ്ങ ഇഷ്ടമില്ലാത്ത ചില പിള്ളേർക്കൊന്നും തേങ്ങ ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേങ്ങ ഇല്ലാതെ ഏത്തയ്ക്ക തന്നെ വെച്ചിട്ടും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ക്രിസ്മസ് കാഷ്നട്ടൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഇതിന് ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് നന്നായിട്ട് റോൾ ചെയ്ത് ആദ്യമേ ഇതെല്ലാം റെഡിയാക്കി വെക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും. നമ്മൾ ഏത്തയ്ക്ക കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റോൾ ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ താഴെ പോകും കേട്ടോ. അപ്പം ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഏത്തയ്ക്ക ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തു. 1 സ്പൂൺ ഗീ മതി കേട്ടോ. അധികം ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് ഇതിനകത്തേക്ക് വെച്ച് അങ്ങോട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊന്ന് കളർ മാറ്റിയെടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് മൊരിച്ചെടുക്കുകയും വേണ്ട കേട്ടോ. ഇത് ഒത്തിരി അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടത്തുമില്ല. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 സൈഡിലും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഏത്തയ്ക്ക ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത്തയ്ക്ക ബോളി ഉണ്ടാക്കുന്ന പോലെ അധികം സമയമൊന്നും ആവശ്യമില്ല. അത്ര പെട്ടെന്ന് അതിനെക്കാട്ടിൽ സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അധിക സമയം എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്തതുകൊണ്ട് ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ എളുപ്പമുണ്ട്. അവർ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കുഞ്ഞു കുഞ്ഞാക്കിയാണ് കട്ട് ചെയ്ത് ഏത്തയ്ക്ക വെക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പം അതിൻ്റെ ഏത്തയ്ക്കയെല്ലാം താഴെ പോകും കേട്ടോ. അതുകൊണ്ടാണ് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത്തയ്ക്ക ബോളി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ.